ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറുമുറ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്, 2 മുട്ട, 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, കുറച്ച് പഞ്ചസാര, പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഓയിൽ. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാരയും മുട്ടയും നന്നായിട്ടൊന്ന് അലുത്ത് വരുന്നിടം വരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുത്ത സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് തേങ്ങയുടെ 2-ാം പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2-ാം പാലിൻ്റെ പകുതിയെ ചേർത്ത് കൊടുത്തുള്ളൂ. നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2-ാം പാല് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മുടെ മാവ് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് ഞാനിവിടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എള്ളും ജീരകവും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കാനായിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് സൺഫ്ലവറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് അച്ചപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഈ അച്ചും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഞാനിപ്പോഴും അച്ച് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഒരു അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അച്ചപ്പം കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ അച്ചപ്പം എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറമുറ കഴിക്കാൻ പറ്റിയ അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.